ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഓഫ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഏത്തപ്പഴം വെച്ചിട്ടൊരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കഷ്ണം വെല്ലം ഉരുക്കിയെടുക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങ നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കണം. അപ്പോൾ എന്തെയിൽ പൊടിച്ചതില്ല, അതുകൊണ്ട് ഞാനിവിടെ പൊടിക്കാനായിട്ട് തുടങ്ങുകയാണ്. കുറച്ചധികം ഞാൻ എപ്പോഴും പൊടിച്ച് വെക്കാറുണ്ട്, ഇത്രയും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ അതും കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ വെല്ലം ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ ഇടിയപ്പത്തിനായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയ ചെറിയ കട്ടകളുണ്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ അത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ കട്ടകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ മിക്സിയിലൊക്കെ പൊടിച്ചെടുത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ജീരകമാണ്. ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതുകൂടി നമ്മൾ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചുക്കുപൊടിയാണ് കേട്ടോ. 1 സ്പൂൺ ചുക്കുപൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ട് കറുത്ത ഏത്തപ്പഴം ഇല്ല, അതായാലും നല്ലതാണ് കേട്ടോ, മധുരം കൂടുതലുണ്ടാവും അതിന്. ഇത് ശരിക്കും പഴുത്തിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ 2 ഏത്തപ്പഴവും നമുക്കിതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേ ടൈറ്റിൽ തന്നെ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആകരുത്, കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഉരുക്കിയെടുത്താലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിന് വരുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഏത്തപ്പഴവും ശർക്കരയും എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിയും ഏലക്കയും ജീരകവും ചുക്കും എല്ലാം കൂടെ ഉള്ളതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേ പാകമേ ആകാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുത്ത തേങ്ങ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഒരുപാട് നമ്മൾ ശർക്കരപ്പാനി വെള്ളം പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതേ ടൈറ്റിൽ അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടും. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ വാട്ടിയത് ഇലയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗവിൻ്റെ മേളിൽ തന്നെ വെച്ച്, അടുപ്പില്ലാത്തതായതുകൊണ്ട് അടുപ്പ് കത്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റൗവിൻ്റെ മേളിൽ വെച്ച് വാട്ടിയെടുത്തതാണ് ഈ ഇല. അപ്പം നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് നമ്മൾ അട ഉണ്ടാക്കില്ല അതുപോലെ തന്നെ നമുക്ക് പരത്തി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ മിക്കവർക്കും ഈ ഇല കൊണ്ടുള്ള ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ വാട്ടിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ ചെറുപ്പത്തിലെയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ചോറൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ ചോറിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഇലയിലൊക്കെ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ചക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, സാധാരണ തേങ്ങയും അരിപ്പൊടിയും എല്ലാം ഇട്ട് ഉണ്ടാക്കാറുണ്ട്, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഏത്തപ്പഴം കൊണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ 2-3 കൊല ഉണ്ടായിരുന്നു, വാഴക്കൊല. അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു പോയി കേട്ടോ. കാറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒടിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്കിങ്ങനെ തോന്നി എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാന്ന്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. പക്ഷേ ഞാൻ ആദ്യമേ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ വാട്ടിയതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്.
ഒരു പ്രത്യേക സ്മെല്ലാണ് ഇത് വരുമ്പോൾ. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്, ഞാൻ ഈ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാം വളരെയധികം നല്ല ടേസ്റ്റാണ്. കാരണം ഇതിന് വ്യൂസൊക്കെ കുറയുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ നിങ്ങൾ കാണാതിരിക്കുന്നതുകൊണ്ടോ ആയിരിക്കാം, അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പീസും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക എൻ്റെ വീഡിയോസ് കാണണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഏത്തപ്പഴം വെച്ചിട്ടുള്ളതെല്ലാം നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ച് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കഴിയട്ടെ കേട്ടോ, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റായി തുറന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ ഇതൊരു സ്മെല്ലാണെന്നറിയോ, ഭയങ്കര സ്മെല്ലാണ് ആ ഇലയുടെയും ആ ഏത്തപ്പഴം. അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല. അത് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് വളരെയധികം. കാരണം ഏത്തപ്പഴവും ശർക്കരയും എല്ലാം കൂടെ കൂട്ടി തേങ്ങയും എല്ലാം കൂടെ മിക്സാക്കി എടുക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. നിങ്ങളത് കഴിച്ച് തന്നെ നിങ്ങൾ അനുഭവിച്ചറിയുക എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ ഈ ഇലയിലുള്ള ഭക്ഷണമൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരിക്കും. കാരണം അവരാരും ഹോട്ടലിലൊന്നും അങ്ങനെയൊന്നും പോയി ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. വെറൈറ്റി അല്ലേ ഇതൊക്കെ. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല സന്തോഷമായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ കഴിക്കുന്നത് പോലെ അല്ലേ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ അവർ ഹാപ്പി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.